പീച്ചി ഡാമിന്റെ റിസർവോയറിൽ നിന്ന് 4 പെൺകുട്ടികൾ വീണു. 4 പേരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണ്. ഗോകുൽ VS കൂടുതൽ വിവരങ്ങൾ നൽകും. ഗോകുൽ, ഇത് എങ്ങനെയാണ് ഈ പെൺകുട്ടികൾ ഈ റിസർവോയറിൽ വീണത്? 2 കുട്ടികളുടെ നില ഗുരുതരമായി തുടരുകയാണല്ലേ? ഇവർ ഈ പീച്ചി ഡാമിന്റെ റിസർവോയറിൽ കുളിക്കാൻ ഇറങ്ങിയതാണ്. 4 പെൺകുട്ടികളും ഇവരുടെ സുഹൃത്തുക്കളാണ്. 5 പേരുണ്ടായിരുന്നു. അതിൽ 4 പേർ കുളിക്കാനായി പീച്ചി ഡാമിന്റെ റിസർവോയറിൽ ഇറങ്ങി. അവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. എല്ലാവരെയും ഉടൻ തന്നെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരിപ്പോൾ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. അവരുടെ 2 പേരുടെ നിലയാണ് അല്പം ഗുരുതരമാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ന് ഏകദേശം ഒരു 3:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ 4 സുഹൃത്തുക്കളാണ് അവിടെയുള്ള ഒരു പള്ളിപ്പെരുന്നാളിനായി സുഹൃത്തിന്റെ വീട്ടിൽ ഒത്തുചേരുന്നു. അതിനിടയിൽ 3:30 കൂടി ഇവർ പീച്ചി ഡാമിന്റെ റിസർവോയറിൽ ഇറങ്ങുകയും കുളിക്കാൻ ഇറങ്ങുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിയെത്തുകയും. അവിടെ ആ സ്ഥലമൊക്കെ ആയിട്ട് പരിചയമുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ, അതോ ഇവർക്കൊക്കെ അപരിചിതമായ ഒരു സ്ഥലമാണോ? ഇതിലകപ്പെട്ട ഒരു കുട്ടി ആ സ്ഥലവുമായി പരിചയമുള്ള കുട്ടിയാണ്. അവർക്ക് ആ പ്രദേശവാസി പീച്ചി ഡാമിന്റെ പരിസരത്ത് താമസിക്കുന്ന കുട്ടി തന്നെയാണ്. പക്ഷെ മറ്റ് 3 പേരും ഈ സുഹൃത്തിന്റെ വീട്ടിലേക്ക് അവിടേക്ക് എത്തിയവരാണ്. അവർക്കൊരു പക്ഷെ അത്രമാത്രം സുപരിചിതമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. പക്ഷെ അതിലൊരു കുട്ടിക്ക് ഈ സ്ഥലവും അല്ലെങ്കിൽ ഈ റിസർവോയറിന്റെ ഭാഗങ്ങളൊക്കെ തന്നെ സുപരിചിതമാകേണ്ടതാണ്. കാരണം അവർ ആ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. അതിനിടയിലാണ് ഈ 3:30 ഇറങ്ങുന്നതിനിടയിൽ ഇങ്ങനെ ഈ വെള്ളത്തിൽ അകപ്പെട്ടത്. അതിൽ അവർ ഇറങ്ങിയ ഭാഗത്തൊരു കയമുണ്ടായിരുന്നു. ആ കയത്തിൽ അകപ്പെട്ടു എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകുന്ന സൂചന. എന്നാൽ അവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്.